എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സേമിയ വെച്ചിട്ട് ഒരു കേസരി ഉണ്ടാക്കി നോക്കാം. ഇതിനായി പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് നന്നായി വറുത്തെടുക്കുക. ഗോൾഡൻ നിറമാവുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് തിളച്ച പാലൊഴിക്കണം. സേമിയ വെന്ത് കിട്ടാനാണേ. ഒന്ന് കുറുകുമ്പോൾ 1 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുക. മധുരം ഇഷ്ടമില്ല എങ്കിൽ അളവ് കുറച്ചോണേ. 3 ഏലക്കായും ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക. 1 ഡ്രോപ്പ് ഫുഡ് കളർ ഒഴിക്കാം, ആവശ്യമെങ്കിൽ മാത്രം. കൂടെ കയ്യിലുള്ള നട്ട്സ് കൂടെ ചേർക്കുക. ഏത് നട്ട്സും ചേർക്കാം. ഞാനിവിടെ ബദാമും പംകിൻ സീഡുമാണ് ചേർത്തത്. നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് നട്ട്സും ഇതിൻ്റെ ഒപ്പം ചേർക്കാം. അല്പം കൂടെ നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി ഒരു ബൗളിൽ 1.5 സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ കലക്കിയെടുക്കുക. ഇതിനെ സേമിയയിലേക്ക് ഒഴിക്കുക. സേമിയ പെട്ടെന്ന് കുറുകി കിട്ടാനാണ്. നന്നായി വഴറ്റി ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നേരത്തെ തയ്യാറാക്കി വെച്ച പ്ലേറ്റിലേക്ക്, നെയ്യ് തേച്ച ആ പ്ലേറ്റിലേക്ക് മാറ്റാം. സ്പൂണിൽ നെയ്യ് പുരട്ടി നന്നായി ലെവൽ ചെയ്യുക. ഒരു 2-3 മണിക്കൂർ ഇതിനെ തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം മുറിച്ചെടുക്കുക. സ്പെഷ്യൽ കേസരി റെഡി. താങ്ക് യു സോ മച്ച്.